പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSCയുടെ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ ഇത് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനും കാണില്ല. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് രോഗങ്ങൾ. അപ്പോൾ നമുക്കിന്ന് രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ബാക്ടീരിയ രോഗങ്ങൾ: ലെപ്രസി കുഷ്ഠം, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്, അതിനെ ക്ഷയം എന്ന് പറയും. അപ്പോൾ ലെപ്രസി, ടൈഫോയിഡ്, ട്യൂബർകുലോസിസ്, ക്ഷയം, സിഫിലിസ്, ടെറ്റനസ്, ആന്ത്രാക്സ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, ഡിഫ്തീരിയ, ഗൊണേറിയ, പ്ലേഗ്, ബോട്ടിലിസം, പെർട്ടുസിസ് അതായത് വില്ലൻ ചുമ, കോളറ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന ബാക്ടീരിയ രോഗങ്ങൾ കേട്ടോ. അപ്പോൾ ഇതും പഠിക്കാതെ പോകരുത്. ഇത് നിങ്ങളുടേതായ കോഡ് വെച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. നിങ്ങളുടേതായ കോഡുകൾ, നിങ്ങൾക്ക് ഓർമ്മിക്കത്തക്ക കോഡുകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റായ ഒരു പോർഷനാണിത്. ഹാൻസസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠം, പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ്, കുതിരസന്നി എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ്, തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ, കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. ഇനി ഈ രോഗങ്ങളും അതിൻ്റെ സൂക്ഷ്മ അണുക്കളും അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെയും കുറിച്ച് നോക്കാം. ആന്ത്രാക്സ് പരത്തുന്ന സൂക്ഷ്മജീവിയാണ് ബാസിലസ് ആന്ത്രാസിസ്. ബോട്ടുലിസം ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. കോളറ വിബ്രിയോ കോളറേ. ഡിഫ്തീരിയ കോറൈൻ ബാക്ടീരിയ. ഗൊണേറിയ നൈസീറിയ ഗൊണോറി. കുഷ്ഠം മൈക്കോബാക്ടീരിയൻ ലെപ്രേ. മെനിഞ്ചൈറ്റിസ് നൈസീറിയ മെനിഞ്ചൈറ്റിസ്. ന്യൂമോണിയ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. പ്ലേഗ് യെർസീനിയ പെർസിറ്റിസ്. സിഫിലിസ് ട്രപ്പോനിമ പാലിഡം. ടെറ്റനസ് ക്ലോസ്ട്രീഡിയൻ ടെറ്റനി. ട്രക്കോമ ക്ലാമീഡിയ ട്രക്കോമാറ്റിസ്. ക്ഷയം മൈക്കോബാക്ടീരിയ ട്യൂബർകുലോസിസ്. ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി. വില്ലൻ ചുമ ബോർഡേറ്റല്ല പെർട്ടുസിസ്. ഇനി വൈറസ് രോഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ജലദോഷം, ഡെങ്കിപ്പനി, സാഴ്സ്, പന്നിപ്പനി, പക്ഷിപ്പനി, മീസിൽസ്, മുണ്ടിനീര്, ഇൻഫ്ലുവൻസ, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, ഹൈപ്പറ്റൈറ്റിസ്, എയ്ഡ്സ്, റാബീസ്, പിന്നെന്താ നിപ്പ, അതൊക്കെ തുടങ്ങിയ എല്ലാം വൈറസ് രോഗങ്ങളാണ്. അപ്പോൾ ഈ രോഗങ്ങളെക്കുറിച്ച് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് പറയണതെന്ന് നമുക്കൊന്ന് നോക്കാം. 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ 4ാം അധ്യായത്തിലാണ് അകറ്റി നിർത്താൻ രോഗങ്ങളെ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ എലിപ്പനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. നിങ്ങൾ SCERT ടെക്സ്റ്റിൽ പഠിക്കുമ്പോൾ അപ്പം നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട് തയ്യാറാക്കി വയ്ക്കണം. ഞാൻ പറയുന്ന പോയിൻറ്റ്സുകൾ നോട്ടായിട്ട് 1 വേർഡ് ആൻസറായിട്ട് എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ വെറുതെ ഇങ്ങനെ റീവൈൻഡ് ചെയ്യുമ്പോൾ ഇനി ടെക്സ്റ്റ് ബുക്ക് അന്വേഷിച്ച് നടക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ വീഡിയോ അന്വേഷിച്ച് നടക്കുക ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് നോട്ട്ബുക്ക് മാത്രം നോക്കിയാൽ മതിയാവും കേട്ടോ. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ബാക്ടീരിയ ഒരു പ്രോകാരിയോട്ടാണ്. ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിഭജനത്തിലൂടെ പെരുകുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അതായത് വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് എലിപ്പനി. എലിപ്പനിയുടെ കാരണമായ ബാക്ടീരിയ എന്താണ്? ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ അതിൻ്റെ മൈക്രോസ്കോപ്പിക് ചിത്രമാണിത്. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇവ രക്തലോമികളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ശക്തമായ പനി, തലവേദന, പേശിവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ മുഖ്യ ലക്ഷണങ്ങളാണ്.
തുടക്കത്തിലേ കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എലിപ്പനി. ഇനി ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ്. ഇനി മറ്റു ചില ബാക്ടീരിയ രോഗങ്ങൾ. അപ്പോൾ SCERTയുടെ ടെക്സ്റ്റും കൂടി ഞാൻ ഇതിനോട് ബന്ധപ്പെടുത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കുന്ന ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് രോഗങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചിട്ട് അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ് SCERTയിലുള്ളത്. അപ്പോൾ എലിപ്പനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്തത് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള്. അപ്പോൾ പോയിന്റ്സ് ആണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ആണ് രോഗകാരി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു. ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവസ്ഥ ആവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാകുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാവുന്നു. ഇനി അടുത്തതാണ്, ഇതാണ് ഉണ്ടോ ഡിഫ്തീരിയ ബാക്ടീരിയ രൂപപ്പെടുത്തുന്ന തൊണ്ടയിലെ ആവരണം കണ്ടോ, ഇതാണ്. ഇനി അടുത്തത് ക്ഷയം. ക്ഷയത്തിൻ്റെ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മുഖ്യ ലക്ഷണങ്ങൾ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം, സ്ഥിരമായ ചുമ. രോഗപകർച്ച രോഗി ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുന്നത്. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കാറുണ്ട്. ചികിത്സ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ്. വാക്സിൻ ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG. ഇത്രയാണ് ക്ഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി വൈറസ് രോഗങ്ങൾ. ആദ്യം തന്നെ വൈറസ് എന്താണെന്ന് നോക്കാം. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിന്. സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലില്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട്. കേരളം അടുത്ത കാലത്ത്, അതായത് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നിപ്പ. ഇപ്പോഴും 5-6 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് പത്രവാർത്തകൾ കണ്ടിരുന്നു. അപ്പോൾ നിപ്പ ഏറ്റവും വലിയ ഭീകര രോഗമായിട്ട്, വൈറസ് രോഗമായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും മാരകമായ രോഗമായിരുന്നു നിപ്പ. ഇത് ഒരു വൈറസ് രോഗമാണ്. ഇനി ഇതിൽ എങ്ങനെയാണ് നിപ്പ വന്നതെന്ന് ഉള്ള ഒരു ചിത്രീകരണമാണിത്. നിപ്പ വൈറസ് വാഹകരായ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ. അപ്പോൾ നിപ്പ വൈറസ് വാഹകരായത് ആരാണ്? പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. ഈ വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ അത് പന്നികളും കഴിക്കും, മറ്റു മൃഗങ്ങളും, കാക്ക, മറ്റു തുടങ്ങിയ മൃഗങ്ങളും കഴിക്കും. ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് പന്നികൾ, പിന്നെ മനുഷ്യരും കഴിക്കും. അപ്പോൾ അങ്ങനെ വവ്വാലിൻ്റെ ഉമിനീരും മൂത്രവും മനുഷ്യരുടെ ഉള്ളിലെത്തും, ഈ പന്നികളുടെ ഉള്ളിലും എത്തും. പന്നികളെ ഭക്ഷിക്കുന്ന മനുഷ്യരെ അങ്ങനെയും ഉള്ളിൽ ഇപ്പോൾ ഇൻഡയറക്റ്റായിട്ട് പഴം ഭക്ഷിക്കാതെ തന്നെ പന്നികളെ ഭക്ഷിക്കാൻ കറക്റ്റായിട്ട് വേവിക്കാതെയും മറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഉള്ളിലേക്ക് എത്തുകയും അങ്ങനെ നിപ്പ വരികയും ചെയ്യും. അല്ലാതെ
ഈ വവ്വാലുകൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി കഴിച്ചാലും നമ്മളുടെ ഉള്ളിലേക്ക് വവ്വാലിൻ്റെ ഉമിനീരും മൂത്രവും വന്ന് അങ്ങനെ നിപ്പ വരാം. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. മറ്റു പക്ഷികളും വവ്വാലുകൾ കഴിച്ച ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക. ഇനി പറയാനുള്ളത്, അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എയ്ഡ്സും മറ്റു രോഗങ്ങളെയും കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് SCERT-യിൽ ശ്രദ്ധിക്കാനുള്ളത്. വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളെയും കുറിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നിങ്ങൾക്ക് PSC ക്വസ്റ്റ്യൻ വരാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ SCERT ബുക്ക് കാണിച്ച് പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പോയിൻറ്റ്സുകൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് പഠിച്ച് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത രോഗങ്ങളുമായിട്ട് വേഗം തന്നെ ഞാൻ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.